ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അഗളി എക്സ്പ്ലോറേഷന്റെ അടുത്തൊരു പാർട്ടാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂർ പുഴയുടെ തീരത്താണ്. അഗളിയിലുള്ള ചിറ്റൂർ പുഴ കേരളത്തിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന മറ്റൊരു പുഴയാണിത് ചിറ്റൂർ പുഴ. അഗളിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ പുഴ. ഒരു പുഴ നമ്മൾ കണ്ടു, ഭവാനി പുഴ. സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് പുറപ്പെട്ടിട്ട് തമിഴ്നാട് ഭാഗത്തേക്ക് ഒഴുകുന്ന ഭവാനി പുഴ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഇത് ഈ ശിരുവാണി ഫോറസ്റ്റിൽ നിന്ന് പുറപ്പെട്ട് ഈ അഗളി വഴി തമിഴ്നാട് ഭാഗത്തേക്ക് ഒഴുകുന്ന പുഴയാണ് ഈ ചിറ്റൂർ പുഴ. ഇവിടെ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളിവിടെ ഒരു പാലം കാണുന്നതായിരിക്കും. ഇത് നമ്മൾ ആനക്കട്ടി ഭാഗത്ത് നിന്ന് ഷോളയൂർ വഴി വരുമ്പോൾ കാണുന്ന പാലമാണിത്. കേരളത്തിന്റെ ബോർഡറായ ആനക്കട്ടിയിൽ നിന്ന് ഷോളയൂർക്ക് വന്നിട്ട് അവിടെ നിന്ന് ജെല്ലിപ്പാറയ്ക്ക് പോകുന്ന റോഡാണിത്. ഇവിടെ ഈ പാലവും ഇതെല്ലാം വരാൻ ഒരു കാരണമുണ്ട്. ഇവിടെ കാണുന്ന രണ്ട് മലയിടുക്കുകൾ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗത്തുള്ളൊരു മലയും രണ്ട് സൈഡിലും രണ്ട് മലയുടെ അടിവാരത്തു കൂടി ഒഴുകുന്ന ഒരു പുഴയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് മലനിരകളും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ഡാം കെട്ടാനായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടന്നിരുന്നു. വളരെ അധികം പണവും ചെലവ് ചെയ്താണ് ഇവിടെ ഡാം നിർമ്മിക്കാനായിട്ട് ഉണ്ടാക്കിയ റോഡുകളാണ് ഈ മലയോരത്ത് രണ്ട് ഭാഗത്തുള്ളത്. നമ്മളിപ്പോൾ വന്നതും ആനക്കട്ടി ഭാഗത്ത് നിന്ന് ഒരു മല ഇറങ്ങിയാണ് വന്നത്. ഈ പാലം വഴി ക്രോസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത മലയുടെ ഓരത്ത് കൂടി കയറിയിട്ടാണ് നമ്മൾ വീണ്ടും ജെല്ലിപ്പാറ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഡാം കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡാമിൻ്റെതായിട്ടുള്ള ടെമ്പററി ഓഫീസ് അതുമാതിരി കുറേ ഭാഗമൊക്കെ പണി തുടങ്ങിയിരുന്നു. അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഈ പാലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ ദൂരത്തായിട്ടായിരുന്നു ആ ഡാം കെട്ടാനുണ്ടായിരുന്ന എല്ലാ സജ്ജീകരണങ്ങളും നടന്നത്. പക്ഷേ തമിഴ്നാടിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇവിടെ അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് വന്നത്. കാരണം ഈ വെള്ളം പൂർണ്ണമായിട്ടും മലയിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലേക്ക് വേണം കേരളത്തിലെ ഒരു തടയണ അല്ലെങ്കിൽ ഒരു ഡാം കെട്ടാനായിട്ട് അവർ ശക്തമായി എതിർത്തതുകൊണ്ട് കോടതി വിധി അനുസരിച്ച് ഇവിടെ ആ ഡാമിൻ്റെ പണി പൂർണ്ണമായി നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇനി ഭാവിയിൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ഡാമിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങനെ ആ ഡാം കെട്ടാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. രണ്ടു ഭാഗത്തും ഫോറസ്റ്റാണ്. ആ കടുവെള്ള നടുവിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതും ഇനി മുകളിലേക്ക് കയറാൻ പോകുന്നതും. വളരെ വെള്ളം കുറവാണ് ഇവിടെ. മഴക്കാല വരാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നത്. അഗളിയിൽ കാണാനുള്ള ഒരു സ്ഥലമായിരുന്നു മാറനട്ടി വാട്ടർഫാൾസ് എന്നുള്ളത്. നമ്മൾ ആനക്കട്ടിയിൽ നിന്ന് ഷോളയൂർ വഴി ഈ പാലത്തിന് എത്തുന്നതിന് മുമ്പ് അല്പം മുമ്പ് ഡൈവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാറനട്ടി വാട്ടർഫാൾസ് കാണാനായിട്ട് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ പൂർണ്ണമായും ഓഫ് റോഡ് വഴിയായിരുന്നു പോകേണ്ടത്. പക്ഷെ വെള്ളം തീരെ കുറവായതുകൊണ്ട് അവിടെ വാട്ടർഫാൾസിന് നമ്മൾ പോയാലും വെള്ളച്ചാട്ടമൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ആ യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു. വാറനട്ടി വാട്ടർഫാൾസ് കാണാൻ വരുന്നവർക്കും പോകേണ്ട വഴി ആനക്കട്ടിയിൽ നിന്ന് ഷോളയൂർ വഴി ഈ ചിറ്റൂർ പുഴയുടെ തീരത്തേക്ക് വരുന്നതിന് മുമ്പ് അല്പം ഡൈവേർട്ട് ചെയ്തിട്ട് പോയിട്ടാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഒരു 5 കിലോമീറ്റർ പൂർണ്ണമായും ഓഫ് റോഡാണ്. തന്നെയല്ല ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന വെള്ളച്ചാട്ടം ഭാഗത്തേക്ക് ഇറങ്ങുന്നവർക്ക് വളരെ അധികം പാറകളും ഉരുളൻ കല്ലുകളും എല്ലാം ഉള്ളതാണ്. നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ആ വാട്ടർഫാൾസ് കാണാനായിട്ട് പോകേണ്ടത്. ഞങ്ങളങ്ങനെ ചിറ്റൂർ പുഴയുടെ കാഴ്ചകളെല്ലാം കണ്ട് മുകളിലേക്ക് കയറി. മഴക്കാലമായിരുന്നെങ്കിൽ നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ മലയുടെ അടിവാരത്തു കൂടിയുള്ള റോഡിൽ കൂടി മുകളിലേക്ക് കയറുകയാണ്. നമ്മളിവിടെ കാണുന്നത് ജെല്ലിപ്പാറ പോകുന്ന വഴിക്കേണ്ട ഒരു കാറ്റാടിമുക്ക് എന്ന സ്ഥലമാണ്. ഈ കാറ്റാടിമുക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയേറിയ സ്ഥലമാണ്. അല്പം ഓഫ് റോഡ് കയറി വേണം ഇങ്ങോട്ട് പോകാനായിട്ട്.
ആ ഓഫ് റോഡ് യാത്രയും അതുപോലെ തന്നെ ആ കാറ്റാടി മുക്കിൻ്റെ കാഴ്ചകളും മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്നുള്ളവർ ഈ ചാനലിനകത്ത് ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാറ്റാടി മുക്കിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കാറ്റാടി മുക്ക് എന്നുള്ള സ്ഥലം. അവിടെ പൊതുവായിട്ട് കിട്ടുന്ന ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അഗളിയുടെ ഈ മലനിരകളെല്ലാം വളരെ ഭംഗിയോടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളങ്ങനെ കാറ്റാടി മുക്ക് കണ്ട് വീണ്ടും താഴേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ മലനിരകളിൽ നിന്നെല്ലാം നമ്മൾ സഞ്ചരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ജെല്ലിപ്പാറ വഴിക്ക് പോവുകയാണ്. എന്നോട് പലരും ചോദിച്ചിരുന്നു അഗളിയിൽ എന്താണ് ഇത്ര കാണാനുള്ളത് എന്നുള്ളത്. ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ അഗളിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചകൾ അതൊക്കെ തന്നെയാണ് അഗളിയിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഈ ടൗണിന്റെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ, അതായത് വളരെ റിസ്ക്കൊന്നുമില്ലാത്ത ഫോറസ്റ്റിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാവുന്ന, രണ്ടു ഭാഗത്തും ഫോറസ്റ്റാണ്. കൂടുതൽ സ്ഥലങ്ങളിലും കൃഷി സ്ഥലങ്ങളും ഉണ്ട്. ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത് അടയ്ക്കാമരം, വാഴ, പിന്നെ മറ്റുള്ള കൃഷികളെല്ലാം. തേയിലകളില്ല, തേയിലത്തോട്ടമില്ല ഇവിടെ കുന്നിൻപുറമാണെങ്കിലും. ഈ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും. ഞങ്ങൾക്ക് അവിടെ ഒരാഴ്ച താമസിച്ചിട്ട് തന്നെ സ്ഥലങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞില്ല. ആ സമയം തന്നെ നമുക്ക് കുറവായിട്ട് തോന്നി. നല്ല ഓക്സിജനെല്ലാം ശ്വസിച്ച് ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൂടെയുള്ള ഒരു യാത്ര വളരെ വളരെ സുഖകരമുള്ളതാണ്. ഇതൊക്കെയാണ് അഗളിയിൽ കാണാനുള്ളത്. അതുപോലെ തന്നെ മഴ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുമ്പോഴോ തണുപ്പ് കാലത്തെല്ലാം ഭയങ്കര മിസ്റ്റ് കൂടിറങ്ങിയിട്ട് നമുക്കിവിടെ ദൂരെ കാഴ്ച തന്നെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ അതുകൂടി ഒന്ന് നോക്കണം. കാരണം നമ്മൾക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പോയത് വെറുതെ ആയിരിക്കും. വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം വേണം ഇവിടെ പോകാനായിട്ട്. അല്പദൂരം ഞാൻ ഈ റോഡിന്റെ കാഴ്ച കാണിക്കുന്നത്. അഗളിയിലുള്ള മിക്കവാറും റോഡുകളെല്ലാം ഇതുപോലെ തന്നെയാണ്. രണ്ടു സൈഡും ഇതുപോലെ ഈ മല നിരക്കുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും പച്ചപ്പ് പിടിച്ച് വളരെ ഭംഗിയേറിയ സ്ഥലങ്ങളാണ്. കുന്നുകൾ കയറി ഇറങ്ങി അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ കൂടിയുള്ള എല്ലാം വളരെ മനോഹരമായുള്ള ഒരു യാത്രകളാണ്. അഗളിയിൽ പോയിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പോകുമ്പോൾ അഗളി ആനക്കട്ടി റോഡിൽ മെയിൻ റോഡിൽ കൂടിയാണ് യാത്ര ചെയ്യാറ്. ഇന്റീരിയറായിട്ടൊന്നും പോയാണ് ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണുകയുള്ളൂ. ഈ റോഡ് ഇങ്ങനെ ജെല്ലിപ്പാറ വഴി നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ച് താവളം എന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൽ പല സ്ഥലത്തേക്കും ഡൈവേർട്ട് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലായിടത്തും റോഡുകൾക്ക് വീതി കുറവാണ്. വളരെ പതുക്കെ മാത്രമേ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഓപ്പോസിറ്റ് വാഹനം വരികയാണെങ്കിൽ നമ്മൾ സ്പീഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അഗളി ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനലിലുള്ള അഗളിയുടെ വീഡിയോകളെല്ലാം ഒരു പ്ലേലിസ്റ്റിൽ, അഗളി എന്നുള്ളൊരു പ്ലേലിസ്റ്റിനകത്ത് തന്നെ എല്ലാ വീഡിയോകളും ഉണ്ട്. ആ വീഡിയോ എല്ലാം കാണുക. ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അഗളിയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിക്കുന്നവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടും. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഓരോ മലയാളികളും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് അഗളി.
അട്ടപ്പാടി എന്നാണ് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ അട്ടപ്പാടി എന്നുള്ളൊരു സ്ഥലമില്ല. ഒരു നമ്മൾ വയനാട് എന്ന് പറയുന്ന പോലെ വയനാട് എന്നൊരു സ്ഥലമില്ല, അതുപോലെ തന്നെ അട്ടപ്പാടി എന്നൊരു സ്ഥലമില്ല, അഗളി എന്നാണ് സ്ഥലത്തിന്റെ പേര്. പക്ഷെ നമ്മളിവിടെ എല്ലാം അറിയുന്ന അട്ടപ്പാടി എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല. വർഷകാലത്തൂടെ അട്ടശല്യം വളരെയധികം കൂടുതലുണ്ടെന്ന് പറയുന്നു ഈ മലനിരകളിലെല്ലാം. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് വയാസ് എന്നൊരു മനോഹരമായ റിസോർട്ട് കണ്ടത്. ആ റിസോർട്ടിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്പം കോസ്റ്റ്ലി ആണ്, എങ്കിലും വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ്. ഫിലിം സ്റ്റാർസ് എല്ലാം വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ വെക്കേഷൻ എല്ലാം ചെലവിടുന്ന ഒരു സ്ഥലമാണ്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരു കുന്നിന്റെ മുകളിലുള്ള ആ റിസോർട്ടും അതിന്റെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. പൂർണ്ണമായിട്ടും ഞാൻ ആ വീഡിയോ ഈ ചാനലിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ചാനലിനകത്ത് അഗളി എന്നുള്ള പ്ലേലിസ്റ്റിനകത്ത് തന്നെ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ജെല്ലിപ്പാറയിൽ ചെന്നിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ജെല്ലിപ്പാറ വ്യൂ പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒമല വ്യൂ പോയിന്റ്. ഒമല വ്യൂ പോയിന്റ് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല വീഡിയോകളും കാണാൻ കഴിയും. അതുപോലെ തന്നെ ജെല്ലിപ്പാറ വ്യൂ പോയിന്റ്. ജെല്ലിപ്പാറ വ്യൂ പോയിന്റ് അവിടെ ആ മലയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ വർഷത്തിലൊരിക്കലാണ് നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന പോലെ അവിടെ തീർത്ഥാടകർ ചെല്ലുന്ന മലയാറ്റൂര് പള്ളിയിലേക്ക് പോകുന്ന പോലെ വളരെയധികം കയറ്റമേറിയ വളരെ ബുദ്ധിമുട്ടായിട്ട് കയറാവുന്ന ഒരു സ്ഥലമാണത്. ഞാൻ അറിഞ്ഞത് അവിടേക്കുള്ള മുകളിൽ മല കയറുമ്പോൾ തന്നെ ആ കുരിശുമൊടിയിലേക്ക് കയറുമ്പോൾ തന്നെ പലരും വഴിയിൽ തളർന്നു വീഴാറുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെയുള്ള ചിലര് താഴെ നിന്ന് മുകളിൽ വരെ മുട്ടുകുത്തിയിട്ട് കയറാണെന്ന് പറയുന്നു. അവരങ്ങനെ ഒരു നേർച്ച നടന്നിട്ട് ഈ മലയുടെ അടിവാരം മുതൽ ആ മലയുടെ മുകളിൽ വരെ മുട്ടുകുത്തി കയറുന്നവരുമുണ്ട്. ഇവിടെ കാണുന്ന ഒരു അടയ്ക്കാമരത്തിന്റെ തോട്ടമാണ് കാണുന്നത്. രണ്ട് സൈഡിലും പൂർണ്ണമായിട്ടും അടയ്ക്കാമരങ്ങളാണ്. ഇവിടുത്തെ പ്രധാന ഒരു കൃഷിയും കൂടിയാണ് ഈ അടയ്ക്കാമരം. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും നിന്നുപോയ ഒരു കൃഷിയാണിത്. നമ്മൾ ഏതാണ്ട് നേരത്തെ പറഞ്ഞ വയാസ് റിസോർട്ടിന്റെ ഏരിയയാണിത്. അങ്ങനെ നമ്മൾ ഒമല വ്യൂ പോയിന്റിനകത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡാണ്. സാധാരണ കാറുകൾ വന്നാൽ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. താഴെ നിന്ന് അവിടെ നിന്ന് നടന്ന് കയറണം. 4 വീലർ ഡ്രൈവ് വാഹനമാണെങ്കിൽ മാത്രമേ ഇതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. റോഡിന് വളരെ വളരെ വീതി കുറവാണെന്ന് മാത്രമല്ല, ഈ പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ പുല്ല് ആണ്. റോഡ് ഇല്ലെന്ന് തന്നെ പറയാം. വീല് സ്ലിപ്പാവും. കാറുകളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. ഈവൻ ബൈക്കുകളും കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സ്ലിപ്പായി വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം നേരിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ വഴി കൂടി കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇവിടെ വരെ മാത്രമാണ് വാഹനം പോവുകയുള്ളൂ. ഈ ഒമല വ്യൂ പോയിന്റിൽ ഈ ഒമല എന്ന ജംഗ്ഷനിൽ നിന്ന് ഫോറസ്റ്റിന്റെ ഒരു ഓഫീസറിന്റെ ആ ജംഗ്ഷനിൽ നിന്ന്
വലിയൊരു പാറയുള്ളൊരു ഭാഗമുണ്ട്. അവിടെ നിന്നും നമുക്ക് നടന്നു കയറി ആ പാറയുടെ മുകളിലെല്ലാം കയറി ഇരുന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കാണാം. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നത് ഏതാണ്ട് ഉച്ച സമയത്തായതുകൊണ്ട് ഞങ്ങൾ പാറയിലേക്ക് കയറാനായിട്ട് നിർത്തില്ല. നല്ല വെയിലായിരുന്നു. റോഡിന്റെ സൈഡിൽ തന്നെ ഈ ചെരുവിലിടം പുല്ല് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വാഹനം നമുക്ക് ഈ റോഡിന്റെ ഭാഗത്ത് നിന്ന് അല്പം താഴേക്ക് തന്നെയാൽ തന്നെ ആ സ്ലോപ്പിൽ ഒരു പക്ഷേ സ്ലിപ്പാകും. ഇവിടെ അല്പം കൂടി കുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇവിടെയാണ് ഞങ്ങൾ വാഹനം തിരിച്ചത്. അഗളിയിൽ പല സ്ഥലങ്ങളിലും മൊബൈൽ റേഞ്ചിന് പ്രശ്നമുണ്ട്. ഈ മലനിരകള് കുന്നും താഴ്വാരങ്ങളും ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. ഒരു ടവറിന്റെ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് മറ്റൊരു മലനിരകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ടവറ് ഇടയ്ക്കിടെ പണിയേണ്ടി വരുന്നത്. ഈ ഒമല നമ്മൾ വാഹനം നിർത്തിയിരിക്കുന്നിടത്ത് വാഹനം തിരിച്ചു പോകുമ്പോൾ തന്നെ കാണാം അവിടെ ഒരു ടവറിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുന്നിന്റെ മുകളിൽ. ആ ടവറിന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ റേഞ്ച് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ മൊബൈൽ പ്രൊവൈഡേഴ്സിനും എല്ലാ സ്ഥലത്തും റേഞ്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞങ്ങളങ്ങനെ ഒമല വ്യൂ പോയിന്റിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്നുള്ള ചുറ്റുപാടുമുള്ള മലനിരകളുടെ ഭംഗിയേറിയ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടെ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തറയായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അഗളിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഒരു ടവർ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. വളരെ വലിയൊരു കുന്നിന്റെ മുകളിൽ തന്നെയാണ് ആ ടവർ. പക്ഷെ അവിടെ നിന്നും വളരെയധികം മുകളിലേക്ക് ഞങ്ങൾ കയറി പോയിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.